എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ദുബൈയിലേക്ക് പോവുകയാണ്. ദുബൈയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോവുകയാണെങ്കിൽ രണ്ട് സൈഡും മരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിവിടെ കാണാം. നമുക്ക് റോഡിൻ്റെ എൻഡ് കാണാൻ കഴിയത്തില്ല, അത്രത്തോളം സ്ട്രെയിറ്റ് ആണ്. ഇവിടെ നോക്കിയാൽ രണ്ട് സൈഡും നേരത്തെ കൂട്ടും മരങ്ങളൊന്നുമില്ല, മരുഭൂമിയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ദുബായ് എത്താറായി. ഇവിടെ ഈ യാത്രയിൽ ഈ രണ്ട് സൈഡ് നോക്കുമ്പോഴും ഇവർ എത്രത്തോളം നല്ല രീതിയിലാണ് ഇവിടുത്തെ ചെടികൾ വൃക്ഷങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ ദുബായ് എത്തിയെന്ന് പറഞ്ഞു. ഇത് അൽകിസീസ് എന്ന് പറയുന്ന സ്ഥലമാണ്. കിസീസ് 3 ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആണ്. നമ്മൾ ഇവിടെ താമസിക്കാനും സാധനങ്ങൾക്കും എല്ലാം ഇവിടെ നല്ല എക്സ്പെൻസ് ആണ്. അതുപോലെ ഇവിടുത്തെ ലോക്കൽസ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അവർ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ട്. അന്നേരം അവരുടെ വീട്ടിൽ ഞങ്ങൾ എത്തി. ഇതാണോ അപ്പൂസൊക്കെ പരസ്പരം അടുക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തു. അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോഴേക്കും അപ്പൂസ് എല്ലാവരും കൂട്ടായി. പിന്നെ കളിയാണ്, അവർ പരസ്പരം കളിയൊക്കെ ആയി. ഇതിൽ ഒരാളുടെ പേര് കേതനെന്നും ഒരാളുടെ പേര് ഹനോണയെന്നുമാണ്. അവർ പിന്നെ കമ്പനിയായി. ഞങ്ങൾ ചെന്നപ്പം തന്നെ ഉച്ചയായിരുന്നു. അന്നേരം അവർ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. പൂസിന് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല, കാരണം നല്ല സ്പൈസി ആയിരുന്നു ബിരിയാണി. അതുകൊണ്ട് അവൻ കേക്ക് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ചിലവിട്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോരണമെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. അതിനുശേഷം എല്ലാവരും റെഡിയായി. ഞങ്ങൾ റെഡിയായത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ റെഡിയായിട്ട് ബുർജ് ഖലീഫ കാണാനും അതുപോലെ തന്നെ ദുബൈ മാൾ കാണാനും ഞങ്ങൾ പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ അവിടെ വന്നു. വണ്ടി ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം എല്ലാവരും വൈകിട്ട് സമയങ്ങളിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞങ്ങൾ അന്നേരം അതിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റിങ് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ ദുബായ് മാളിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇനി അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അകത്ത് വെച്ച് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടെ വന്നു. ദുബായ് അക്വേറിയമൊക്കെ അതിനകത്ത് കാണാം. അവിടെ ലിഫ്റ്റിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ചാർട്ടാണത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ എന്തും വാങ്ങാൻ കിട്ടും, പക്ഷേ ഭയങ്കര ചാർജസ് ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലുള്ള അക്വേറിയത്തിലോട്ട് നടന്നു പോവുകയാണ്. ദൂരെ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വറ്റ എന്ന് പറയുന്ന മീനൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇനി അടുത്ത് പോയി നമുക്ക് കാണാം.
അങ്ങനെ അക്വേറിയം കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എമിറേറ്റ്സിൻ്റെ ഒരു എയർബസിൻ്റെ മോഡലൊക്കെ ഇരിപ്പുണ്ട്. അത് കണ്ടതിന് ശേഷം നേരെ അങ്ങോട്ട് നോക്കുമ്പം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഈ വീഡിയോസിൽ കാണുമ്പം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് കുറേ പേരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഫാമിലി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വിശന്നു. ഞങ്ങളങ്ങനെ KFC ഓർഡർ ചെയ്തു. അങ്ങനെ KFC വന്നു, ഞങ്ങൾ കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ KFC ഒക്കെ കഴിച്ചിട്ട് വീണ്ടും മാളിൻ്റെ താഴോട്ട് പോവാണ്. താഴോട്ട് പോയി കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇനിയും പോവുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് വീണ്ടും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.